തക്കാളിയും ഉള്ളിയും പച്ചമുളകും വലിയ കൂട്ടുകാരായിരുന്നു. ഈ 3 പേരും കൂടെ ഒരു ദിവസം പട്ടണം കാണാൻ വേണ്ടി പോയി. എന്തിനാ പട്ടണത്ത് പോകുന്നതെന്നറിയാം? പട്ടണത്ത് ഒരു വലിയ കടലുണ്ട്. ആ കടൽ കാണാൻ വേണ്ടി ഈ 3 സുഹൃത്തുക്കളും ഇങ്ങനെ നടന്ന് പോയി. അങ്ങനെ 3 പേരും കൂടെ കടപ്പുറത്തെത്തി. കടപ്പുറത്തെത്തിയ സമയത്ത് ഒരുപാട് സമയം അവർ കടൽ നോക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് നമ്മുടെ തക്കാളിക്കും പച്ചമുളകും ഒരു ആശ വന്നു. എന്താ ആശ എന്നറിയാം? നമുക്ക് ഒന്ന് കടലിലേക്ക് ഇറങ്ങി നോക്കിയാലോ? അങ്ങനെ ചിന്തിച്ച്. ആ സമയത്ത് പേടിത്തൊണ്ടനായ ഉള്ളി പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട, എനിക്ക് പേടിയാ, ഞാനില്ല എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും കൂടെ ഉള്ളീനെ ഒരുപാട് കളിയാക്കി. അവസാനം പച്ചമുളകും തക്കാളിയും കൂടെ മെല്ലെ മെല്ലെ കടലിലേക്ക് ഇറങ്ങി തുടങ്ങി. അങ്ങനെ തക്കാളി ഉള്ളിയും കൂടെ കടലിൽ ഇറങ്ങി കളിക്കുന്ന സമയത്ത് പെട്ടെന്നാണെന്ന് സംഭവിച്ചത്. എന്താ സംഭവിച്ചതെന്നറിയാം? നമ്മുടെ പാവം തക്കാളിയും പച്ചമുളകും കടലിലേക്ക് താഴ്ന്നു പോയി. ഇത് കണ്ടപ്പോൾ ഉള്ളിക്ക് ഭയങ്കര സങ്കടമായി. ഉള്ളി കരഞ്ഞുകൊണ്ടേയിരുന്നു. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ച് ഉള്ളി ഒരുപാട് കരഞ്ഞു. പക്ഷെ ആര് വരാനാ? ആരും വന്നില്ല. പക്ഷേ പെട്ടെന്ന് അവിടെ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. ഏത് ദേവതയാണെന്നറിയാം? കടൽ ദേവത. കടൽ ദേവത ചോദിച്ചു, ഉള്ളി എന്തിനാ നീ കരയെന്ന് ചോദിച്ചു. ആ സമയത്ത് ഉള്ളി പറഞ്ഞു, ദേവതേ, എൻ്റെ കൂട്ടുകാർ തക്കാളിയും പച്ചമുളകും ഈ വെള്ളത്തിൽ താഴ്ന്നു പോയി, ഇനി എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ദേവത ഒരു വരം കൊടുത്തു. നിന്നെ ആരാണോ മുറിക്കുന്നത് അവർ നിനക്ക് വേണ്ടി കരയെന്ന് പറഞ്ഞു. അന്ന് മുതലാണ് നമ്മൾ ഉള്ളി മുറിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരുപാട് വെള്ളം വരാൻ തുടങ്ങിയത്.